ഹായ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ രസം വിനീത് കുമാർ. ഗൈസ്, അപ്പോൾ നമ്മളെല്ലാവരും ഓണം ആഘോഷിക്കുകയാണ്. അപ്പോൾ ഓണത്തോടനുബന്ധിച്ച് ഒരു ഓണം ഫെസ്റ്റിവൽ ആഘോഷം മൊത്തത്തിലുള്ള നമ്മുടെ ഈ ചുറ്റുവട്ടത്തുള്ളൊരു ആഘോഷമാണ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാനിരിക്കുന്നത്. നമ്മൾ മലയാളികളുടെ ഏറ്റവും വലിയ ആഘോഷമാണ് ഓണം. അപ്പോൾ ആ ഓണത്തിൻ്റെ ചില കാഴ്ചകളാണ് ഇന്നത്തെ എപ്പിസോഡിൽ നിങ്ങൾ കാണാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഓണ കാഴ്ചകളാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ദയവ് ചെയ്തിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. മണ്ണിൻ്റെ മണമുള്ള ഓണം, കേരളത്തിൻ്റെ ഏറ്റവും വലിയ ആഘോഷമായ ഓണം നമ്മൾ ആഘോഷിക്കാൻ പോവാണ്. അതിന് കാഴ്ചകളാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഇത് ആറ്റൂർ വാദ്യമന. ആറ്റൂർ കലാസമിതി ഒരുക്കുന്ന ഓണാഘോഷ പരിപാടികളാണ് നമ്മൾ കാണാൻ പോകുന്നത്. വർഷത്തിലൊരിക്കൽ തൻ്റെ പ്രജകളെ കാണാനായി മാവേലി തമ്പുരാൻ വരുമെന്നുള്ള സങ്കല്പം ഓണമായി ആഘോഷിക്കുന്നത്. നമസ്കാരം. നമസ്കാരമുണ്ട്. പേര് പറയൂ. എൻ്റെ പേര് കെ ബാലകൃഷ്ണൻ, ആറ്റൂർ. അതെ, ആറ്റൂർ കലാസമിതിയുടെ സംഘാടകൻ എന്ന രീതിയിലേ ആറ്റൂരിൻ്റെ ഈ രണ്ടാമത് ഓണാഘോഷത്തെ വാർഷികത്തെക്കുറിച്ച് എന്താ പറയാനുള്ളത്? അതുമാത്രമല്ല, അതിൽ രണ്ടാം വാർഷികത്തിൽ എന്തൊക്കെ വ്യത്യാസങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? നമ്മൾ വിവിധ പരിപാടികളോടുകൂടി വളരെ കേമമായിട്ടാണ് ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത്. ഇത് പിൻതലമുറ ആവർത്തിച്ച് കൊണ്ടുപോകുന്ന ഓണാഘോഷത്തിൻ്റെ പ്രഗത്ഭമായ ഒരു പരിപാടിക്ക് രൂപം കൊടുത്തിരിക്കുകയാണ് ഇപ്പോൾ. അതെ, രണ്ടാം വാർഷികമായിട്ട് ഏറ്റവും ഭംഗിയായിട്ടാണ് എല്ലാവരുടെയും എല്ലാവിധ ഓണത്തിന് എല്ലാ വിഭാഗങ്ങളുടെയും കൂട്ടായ്മയോടുകൂടിയാണ് നമ്മൾ ഈ പരിപാടി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതിന് എല്ലാവിധ സഹകരണങ്ങളും ജനങ്ങളിൽ നിന്ന് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതെ, തുടർന്നും നല്ല തരത്തിൽ ഇതിനെ കൊണ്ടുപോകാൻ ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ അറിയിക്കാനുള്ളത്. തീർച്ചയായും. അപ്പോൾ എല്ലാ ഈ ഓണാഘോഷം ഗംഭീരമാവട്ടെ. എല്ലാവർക്കും ഓണാശംസകളോടെ. ഓക്കെ. ശരിക്കും ഓണത്തിൻ്റെ ഒരാഴ്ച മുന്നെയാണ് ആറ്റൂർ കലാസമിതി ഈ പ്രോഗ്രാമുകൾ സംഘടിപ്പിച്ചു വരുന്നത്. ചുരുങ്ങിയ സമയം കൊണ്ട് ഇത്രയും വലിയൊരു പ്രോഗ്രാം സംഘടിപ്പിക്കുക പറഞ്ഞാൽ വളരെ കഷ്ടമാണ്. ശരിക്കും പറഞ്ഞാൽ ആറ്റൂർ കലാസമിതിയിലെ ഓരോ അംഗങ്ങളുടെയും ഹാർഡ് വർക്ക് കൊണ്ടാണ് ഈ പ്രോഗ്രാം ഇങ്ങനെ വിജയിച്ചു പോകുന്നത്. കുട്ടികളുടെ ഈശ്വര പ്രാർത്ഥനയ്ക്ക് ശേഷം ആറ്റൂർ വാദ്യമന പരമേശ്വര നമ്പൂതിരി ഭദ്രദീപം കൊളുത്തി. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഈ പ്രോഗ്രാം ഷൂട്ട് ചെയ്യണമെന്നുള്ള ഒരുപാട് ആഗ്രഹമുണ്ടായിരുന്നു. കാരണം നമ്മുടെ ഈ നാട്ടിലെ ഈ പ്രോഗ്രാം, പ്രത്യേകിച്ചും ഈ ഓണപ്പരിപാടികൾ, ആഘോഷങ്ങൾ, ഇതൊക്കെ ഷൂട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ എനിക്ക് വളരെ ഇഷ്ടമുള്ള കാര്യമാണ്. ചില സ്ഥലങ്ങളിലൊക്കെ സംഘാടകർക്ക് ചില ഇഷ്ടക്കുറവുകളൊക്കെ ഉണ്ടാവും. ഞാനത് നോക്കില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ കാണുന്ന ആഘോഷങ്ങളൊക്കെ നമ്മൾ ഷൂട്ട് ചെയ്ത് അതൊരു വീഡിയോ ആക്കി എടുത്തു വെച്ചതിന് ശേഷം പിൽക്കാലങ്ങളിൽ അത് മറ്റുള്ളവർക്ക് കാണാൻ പറ്റുക എന്ന് പറഞ്ഞ ഒരു ഭാഗ്യമായിട്ടാണ് ഞാനത് കാണുന്നത്. ചില ആളുകൾ ഇത് ഷൂട്ട് ചെയ്യുമ്പോൾ അത് എന്തിനാണ് ഷൂട്ട് ചെയ്യുന്നതൊക്കെ ചോദിക്കാറുണ്ട്. പക്ഷേ അവർക്ക് ഇതിനെക്കുറിച്ച് അറിയില്ല എന്ന് എനിക്ക് തോന്നുന്നു. കാരണം നമ്മളൊക്കെ ഇല്ലാത്തൊരു കാലഘട്ടത്ത് ഈ വീഡിയോ കാണാൻ വളരെ രസമായിരിക്കും. പ്രത്യേകിച്ചും അന്നൊന്നും അയ്യോ അത് ഷൂട്ട് ചെയ്യാമായിരുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോൾ ഷൂട്ട് ചെയ്താലാണ് വരുന്ന കാലത്ത് ഇത് കാണാൻ പറ്റുകയുള്ളൂ. ആറ്റൂർ കലാസമിതി ഒരുക്കുന്ന ഈ ഓണാഘോഷ പരിപാടിക്ക് നാട്ടുകാരുടെ വലിയൊരു സഹകരണം തന്നെ ഉണ്ടായിരുന്നു. രാവിലെ തന്നെ പൂക്കള മത്സരമായിരുന്നു. അത് സംഘടിപ്പിച്ച സംഘാടകർ പ്രത്യേകം തന്നെ ജഡ്ജസിനെയും വിധി നിർണ്ണയിക്കാൻ ഒരുക്കിയിരുന്നു. പൂക്കള മത്സരത്തിന് ശേഷം ഒട്ടനവധി മത്സരങ്ങൾ ആറ്റൂർ കലാസമിതി ഒരുക്കിയിരുന്നു. എനിക്ക് അവിടെ കാണാൻ പറ്റിയ കാഴ്ച എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ,
ഒരു വർഷം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരുപാട് സാമ്പത്തിക പ്രശ്നങ്ങളും ജോലിയുടെ ടെൻഷനൊക്കെ ഉള്ള ആളുകൾ സത്യം പറഞ്ഞാൽ അവർക്കൊരു ഹാപ്പിനെസ്, ഒരു സന്തോഷകരമായ നിമിഷം തന്നെയായിരുന്നു ഈ ആഘോഷങ്ങൾ നടത്തുമ്പോൾ അവിടെ എനിക്ക് കാണാൻ പറ്റിയത്. എല്ലാവരും ഒത്തുകൂടിയിട്ട് വളരെ മനോഹരമാക്കി ഈ പ്രോഗ്രാം. ആറ്റൂർ മനപ്പടിയിൽ കലാപരിപാടിക്ക് വളരെ പ്രാധാന്യം കൊടുക്കാറുണ്ട് അവിടുത്തെ എല്ലാ ജനങ്ങളും. ഈ വർഷം കഴിഞ്ഞ വർഷമൊക്കെ ആയിട്ട് വടംവലി, വളരെ മനോഹരമായ ലോകപ്രശസ്തമായ വടംവലിയൊക്കെ നടത്തി വന്നിരുന്നതായിരുന്നു. വയനാട് ദുരന്തത്തിൻ്റെ ഭാഗമായി ആഘോഷങ്ങളിൽ ചെറിയ ഇളവ് വരുത്തിയതിൻ്റെ ഭാഗമായി ആഘോഷങ്ങളൊക്കെ ചുരുക്കുകയായിരുന്നു. സ്പൂൺ റൈസ്, കസാരക്കളി, ഉറിയടി മത്സരം, വടംവലി, ഇതാണ് ആറ്റൂർ കലാസമിതി ഒരുക്കിയിരിക്കുന്നത്. ഈ വർഷത്തെ ഓണാഘോഷത്തിനൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. മാവേലിയായി മുള്ളൂർക്കെ LP സ്കൂളിലെ ലതിക ടീച്ചർ ഉണ്ടായിരുന്നു. പുരുഷന്മാർക്ക് മാത്രമല്ല സ്ത്രീകൾക്കും മാവേലിയുടെ വേഷം കെട്ടാം എന്ന് ടീച്ചർ തെളിയിച്ചിരിക്കുകയാണ്. ശരിക്കും ടീച്ചറോട് എല്ലാ ജനങ്ങളും നന്ദി പറയണം. കാരണം തൻ്റെ വലിയ പ്രൊഫഷൻ എന്താണെന്നുള്ള അഹങ്കാരം എന്നൊക്കെ മാറ്റി വെച്ചുകൊണ്ട് മറ്റുള്ളവരെ ഹാപ്പിയാക്കാനും സ്വയം ഹാപ്പി ആവാനും കണ്ടെത്തിയ മനസ്സ് വലിയൊരു മനസ്സ് തന്നെയാണ്. ഓണാഘോഷത്തിന്റെ ഭാഗമായി മത്സരിച്ച എല്ലാ കുട്ടികൾക്കും മാവേലി സമ്മാനം നൽകി. കുട്ടികളിട്ട പൂക്കളമെല്ലാം മാവേലി കാണാനായി ചെന്നു. കുട്ടികളുടെ സുന്ദരിക്കൊരു പൊട്ടുതൊടൽ, കസേരക്കളി എന്നീ പ്രോഗ്രാമുകളൊക്കെ വളരെ മനോഹരമായിരുന്നു. നിങ്ങൾ ഈ എപ്പിസോഡ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഉറിയടി മത്സരവും വടംവലിയും കാണാം. ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് ഈ മത്സരങ്ങളാണ്.
സാര വടംവലിയല്ല, വലിയ കുട്ടികൾ, ചെറിയ കുട്ടികൾ, മുതിർന്ന ആളുകൾ, അങ്ങനെ 3 തരത്തിൽ 3 ഘട്ടമായിട്ടാണ് വടംവലിയെ തിരിച്ചിരിക്കുന്നത്. സമയത്ത് മാത്രം മരിക്കണം. ആ മാർജിനെ കറക്റ്റ് ആയിട്ട് കെട്ടിക്കോ, കെട്ടിക്കോളൂ. വീട്ടിലടിക്കുമ്പോൾ മാത്രം മണം വരിക. രാധിക ടീം വിജയിച്ചു. ഇതൊരു സൗഹൃദ മത്സരം മാത്രമാണ്. ഇവിടെ ആരാ ജയിക്കുക? ജയിക്കൂലേ? ഈ വേലി വിട്ടുകൊടുക്കരുത്. രണ്ടാം റൗണ്ട് മത്സരത്തിൽ ജയിക്കുന്ന ടീമും മാന്യ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി ഈ വൈദ്യുതി ഒരാളും അനുമോദനം, ഒരാളും ഓണാശംസകൾ. ഈ തെരഞ്ഞെടുപ്പിലേക്ക് നമുക്ക് ആദ്യമായി സഹായം ചെയ്ത തെരഞ്ഞെടുപ്പ് ഭാരവാഹികളോടും ഈ സ്ഥലം നമുക്ക് സൗകര്യം ചെയ്തത് അതെ പരിപാടിയിൽ പങ്കെടുക്കുക എന്നുള്ളതാണ് ലക്ഷ്യമിടുന്നത്. ഓക്കെ അല്ലേ? ഇപ്പൊ ജയിച്ചത് ആരായിരുന്നു? ആറ്റൂരിലെ കൂട്ടുകാരാണ് ഇപ്പൊ ജയിച്ചത്. വീണ്ടും പഠിക്കുന്നോ? ഓക്കെ അല്ലേ? എന്റെ സമയം വൈകിപ്പോണോ? ഓക്കെ ഡിസ്പ്ലേ ഓക്കെ അങ്ങനെ ആവേശം. അതെ ആറ്റൂരിലെ കൂട്ടുകാർ രണ്ടാമത്തെയും ജഗൻ ടീമിനെ മത്സരിച്ചുകൊണ്ട് ഫൈനൽ റൗണ്ടിലേക്ക് കയറിയിരിക്കുകയാണ്. അങ്ങനെ ഈ വർഷത്തെ ആറ്റൂർ കലാസമിതിയുടെ ഓണാഘോഷം അവസാനിച്ചിരിക്കുകയാണ്. വരും വർഷം ഇതിലും മനോഹരമായി നടക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഈ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ദയവ് ചെയ്ത് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയൊരു എപ്പിസോഡുമായി കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.